ചില ചോദ്യങ്ങൾ നമ്മൾ തന്നെ വളരെയധികം എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്തിക്കും. പക്ഷെ ഓപ്ഷനിൽ എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? അവിടെ ഒരു തെറ്റ് സംഭവിക്കും. ആ ചെറിയൊരു തെറ്റ് നമുക്ക് വലിയൊരു മാർക്ക് നഷ്ടപ്പെടും. ആദ്യത്തെ പ്രസിഡന്റായിട്ട് താൽക്കാലികമായിട്ട് സച്ചിദാനന്ദ സിൻഹയെയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ രാജേന്ദ്ര പ്രസാദ് തെറ്റാണ്. പകരം ആദ്യത്തെ പെർമനന്റ് പ്രസിഡന്റ് എന്നെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെർമനന്റ് പ്രസിഡന്റ് ആര്, സ്ഥിരം അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അത് രാജേന്ദ്ര പ്രസാദ് ആണ്. അവിടെ ജനഗണമന എന്നോ വന്ദേമാതരം എന്ന് കൊടുക്കുകയാണെങ്കിലോ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ദേശീയ ഗീതം, ദേശീയ ഗാനം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ചിലർക്കെങ്കിലും ആ എക്സാം ഹാളിൽ വെച്ചിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അതില്ലാതിരിക്കാൻ ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേമാതരവും ദേശീയ ഗാനം എന്ന് പറയുന്നത് ജനഗണമനയാണെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാവുക. ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ദിജേഷ് ദിനേശൻ. അപ്പോൾ നമുക്കറിയാം ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട പരീക്ഷകൾ വരാൻ പോവുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാം നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നു, നമ്മളെല്ലാവരും അപേക്ഷിച്ചു. ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അതും ഈ അടുത്ത് തന്നെ വരും. നമ്മളത് അപേക്ഷിച്ചിട്ട് അതിൻ്റെ പഠനം തുടങ്ങുന്ന ഒരു സമയമാണ് അല്ലേ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, ഈ അടുത്ത കാലത്ത് PSC മത്സര പരീക്ഷകളിലെല്ലാം പ്രസ്താവന ചോദ്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലേ. എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് ബേസ് അറിയാം, പക്ഷേ പ്രസ്താവന ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഓപ്ഷനിലേക്ക് എത്താൻ ചെറിയൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് എന്നല്ല, എങ്കിലും ചില ആൾക്കാർക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും കൂടുതൽ PYQ സ്റ്റേറ്റ്മെന്റ് മോഡലുള്ള ആ PYQ ഡിസ്കസ് ചെയ്യുക, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഒരുപാട് തവണ വായിച്ച് അതിൻ്റെ ഒരു ബേസ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ആദ്യത്തെ ഒരു കടമ്പ കടക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പ്രിലിംസ് കടക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രിലിംസുമായി ബന്ധപ്പെട്ടുള്ള പഠനം തുടങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, ഈ പ്രിലിംസ് ആയാലും മെയിൻസ് ആണെങ്കിലും ഈ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം, എങ്ങനെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ കട്ട് ചെയ്തു പോകുന്നതെന്നും അതുപോലെ തന്നെ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റിൽ നിന്ന് എങ്ങനെയാണ് വേറൊരു ചോദ്യം ഉണ്ടാകുന്നതെന്നും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പോവല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? എന്താണ് ചോദ്യം? താഴെ പറയുന്നത് ശരിയല്ലാത്ത പ്രസ്താവന എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 16 അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു. അവസര സമത്വത്തെക്കുറിച്ച് പറയുന്നു. ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 16 അവസര സമത്വത്തെക്കുറിച്ച് പറയുന്നു. ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് തോന്നുന്നത്? ശരിയാണ് അല്ലേ? പൊതു അവസര സമത്വത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ തന്നെയാണ് ഏത്? ആർട്ടിക്കിൾ 16. രണ്ടാമത്തെ പോയിന്റ്, ഇന്ത്യയുടെ നാമമാത്രമായ രാഷ്ട്രത്തലവൻ എന്ന ആശയം അമേരിക്കയിൽ നിന്ന് കടമെടുത്തതാണ് അല്ലെ. ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് എന്ന് പറയുന്ന പദവി നമ്മൾ എവിടെ നിന്ന് തന്നെയാണ് കടമെടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ഈ പോയിന്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടില്ല, പകരം നാമമാത്രമായ രാഷ്ട്രത്തലവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നല്ല, പകരം അത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ ഈ പോയിന്റ് സ്വാഭാവികമായിട്ടും തെറ്റാണ്. ശരി. മൂന്നാമത്തെ പോയിന്റ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രസിഡന്റ് ആയിരിക്കും. നമുക്കറിയാലേ, ഈ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്, പ്രസിഡന്റാണ്. പക്ഷേ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ സംഭവം കുറച്ച് പ്രശ്നമാണ്. അത് പ്രസിഡന്റ് അല്ല. ഈ പോയിന്റ് തെറ്റാണ്. അപ്പൊ മൂന്നാമത്തെ പോയിന്റും തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? നെഹ്റു ആണ്. ശരിയാണോ? ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിന്റെ ശില്പി ശരിയാണ്, നെഹ്റു ആണ് അല്ലെ. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്താണ്? ഒന്നാമത്തെ പോയിന്റ് നമുക്ക് കൺഫ്യൂഷൻ വരാൻ ഇല്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുന്ന സമയത്ത് 15, 16, 17, 14 അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ 16 അവസര സമത്വമാണ്, 15 വിവേചനത്തിനെതിരെയാണ്, 14 ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അവിടെ തെറ്റില്ല. പക്ഷെ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ നാമമാത്രമായ രാഷ്ട്രത്തലവൻ എന്നൊരു കൺസെപ്റ്റ് ബ്രിട്ടനിൽ നിന്നും അതിന് പകരം പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പദവി അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത് അല്ലെ. ബ്രിട്ടൻ രാജ്ഞിയുടെ അല്ലെങ്കിൽ രാജാവിന്റെ അതേ ഒരു വിശേഷണമാണ് നാമമാത്രമായിട്ടുള്ള തലവൻ, അത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ ഈ ഒരു പോയിന്റ് ഇനി കാണുന്ന പരീക്ഷകളിൽ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. നാമമാത്രമായ രാഷ്ട്രത്തലവൻ എന്നാണെങ്കിൽ അത് ബ്രിട്ടനാണ്, പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയാണ്. ഇനി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പ്രസിഡന്റ് ആണെന്ന് പറയുന്നു. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 108 പ്രകാരമാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് അല്ലെ. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് പ്രസിഡന്റ് ആണ്, അതിൽ തർക്കമില്ല. വിളിച്ചു ചേർക്കുന്നത്
പ്രസിഡന്റ് ആണ്. പക്ഷെ അതിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? ലോക്സഭ സ്പീക്കർ ആയിരിക്കും. ആരാണ്? ലോക്സഭ സ്പീക്കർ ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ പോയിന്റും മൂന്നാമത്തെ പോയിന്റും തെറ്റാണ്. ഭരണഘടന ആമുഖത്തിന്റെ ശില്പി ആര് തന്നെയാണ്? നെഹ്റു ആണ്. ഇതും നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള പോയിന്റ് ആണ്. ഭരണഘടനയുടെ ശില്പി എന്നാണ് പെട്ടെന്ന് വായിച്ചു പോവുക. ഭരണഘടനയുടെ ശില്പി അംബേദ്കർ ആണ്, ശരിയാണ്. പക്ഷെ ആമുഖം ആരുടെ സംഭാവനയാണ്? നെഹ്റുവിന്റെ സംഭാവനയാണ്. കാരണം അദ്ദേഹമാണ് 1946 ഡിസംബർ 13 ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച് അതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ആമുഖമായിട്ട് മാറുന്നത്. അപ്പോൾ 1ഉം 3ഉം 1ഉം 4ഉമാണ് ശരി അല്ലെ? നമുക്ക് ഉത്തരത്തിലേക്ക് പോയി നോക്കാം. ഇനി ഇതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയെങ്കിൽ ഉത്തരത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. 1, 4 ശരി, 2, 3 ശരിയല്ലാത്ത പ്രസ്താവന. അടാ വീണ്ടും നമുക്ക് കൺഫ്യൂഷൻ വരും. എന്താണ് ശരിയല്ലാത്ത പ്രസ്താവന? അപ്പൊ നമ്മളിവിടെ 1 ശരി 4 ശരി, നേരെ ഉത്തരത്തിലേക്ക് പോകും. അതാണ് നമുക്ക് സംഭവിക്കുന്നത്. 1 ശരി 4 ശരി, 1 ശരി 4 ശരി, ഇങ്ങനെ ടിക്ക് ചെയ്താൽ ഈ ഉത്തരം തെറ്റും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയല്ലാത്ത പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1ഉം ശരിയാണ് 4ഉം ശരിയാണ്, പക്ഷെ നമ്മളോട് ചോദിച്ചത് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഓപ്ഷൻ വരുന്നത് നോക്കാം. 2ഉം 3ഉമാണ് തെറ്റ് അല്ലെ? അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഉത്തരം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ അടയാളപ്പെടുത്തി ശരിയാക്കും, പക്ഷെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എടുത്തെഴുതുമ്പോൾ അത് തെറ്റും. അപ്പൊ അതില്ലാതെ പഠിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി 1, 4 ശരി, പക്ഷെ നമ്മളോട് ചോദിച്ചത് 2, 3 തെറ്റ്. ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇങ്ങനെ വരുന്ന പരീക്ഷകളിൽ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എടുത്തെഴുതുമ്പോൾ തെറ്റരുത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശരിയേത് തെറ്റേത് എന്നൊന്നും ചോദിച്ചിട്ടില്ല, പ്രസ്താവനകൾ പരിശോധിക്കുക അല്ലെ? ലക്നൗ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് മുഹമ്മദ് അലി ജിന്നയും ഗാന്ധിജിയുമാണ്. 1916 ലക്നൗ ഉടമ്പടി നടക്കുന്നത്. 1916 ലക്നൗ ഉടമ്പടി നടക്കുന്നു. ഒപ്പുവെച്ചത് ജിന്നയും ഗാന്ധിജിയുമാണ്. ഈ പോയിന്റ് തെറ്റാണ്. പകരം ഗാന്ധിജിക്ക് പകരം ബാലഗംഗാധര തിലകനാണ് അത് ഒപ്പുവെക്കുന്നത്. ആരാണ്? ബാലഗംഗാധര തിലകനാണ് ഒപ്പുവെക്കുന്നത്. ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവായിരുന്നു ആനി ബസന്റ്. നമുക്ക് കണ്ണടച്ചെഴുതാവുന്ന ഉത്തരം അല്ലെ? എന്തെങ്കിലുമൊക്കെ വായിച്ചു നോക്കിയ ഒരാൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ് 1916 ഹോം റൂൾ പ്രസ്ഥാനം. അതിന്റെ നേതാവ് ഒന്ന് ബാലഗംഗാധര തിലകനും ഒന്ന് ആനി ബസന്റുമാണ്. അപ്പൊ ആ ഒരു പോയിന്റ് ശരിയാണ്. 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിക്കുന്നത്. അപ്പൊ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ, കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിക്കുന്നത്. കണ്ണടച്ചെഴുതിയാൽ തെറ്റും. ഇതെന്താണ്? ഈ പോയിന്റ് തെറ്റാണ്. കാരണം ഈ ദേശീയ ഗീതം എന്നുള്ള സംഭവമല്ല, പകരം ദേശീയ ഗാനമാണ് ആലപിച്ചത്. ദേശീയ ഗാനമാണ് ആലപിച്ചത്. അവിടെ ജനഗണമന എന്നോ വന്ദേമാതരം എന്ന് കൊടുക്കുകയാണെങ്കിലോ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ദേശീയ ഗീതം ദേശീയ ഗാനം എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ ചിലർക്കെങ്കിലും ആ എക്സാം ഹാളിൽ വെച്ചിട്ട് ചെറിയൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അതില്ലാതിരിക്കാൻ ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേമാതരവും ദേശീയ ഗാനം എന്ന് പറയുന്നത് ജനഗണമനയാണെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടാവുക. ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ തെറ്റരുത്. 1911 കൊൽക്കത്ത സമ്മേളനത്തിലെ ദേശീയ ഗീതമല്ല, ദേശീയ ഗാനമാണ് ആലപിച്ചത്. അപ്പൊ ഇത് തെറ്റാണ്. സൂററ്റ് പിളർപ്പിന് ശേഷം കോൺഗ്രസ് മിതവാദികളുടെ കീഴിലാണ് പ്രവർത്തിച്ചത് അല്ലെ? നമുക്കറിയാം കോൺഗ്രസ് രണ്ടായി പിളർന്ന ആദ്യത്തെ സമ്മേളനമാണ് 1907 സൂററ്റ് സ്പ്ലിറ്റ്. അപ്പൊ സൂററ്റ് പിളർപ്പിൽ എന്തുണ്ടായി എന്ന് വെച്ചാൽ മിതവാദികൾ നിലനിൽക്കുകയും തീവ്രവാദി വിഭാഗം അതിൽ നിന്ന് ഇറങ്ങിപ്പോവുകയുമാണ് ചെയ്തത്. അങ്ങനെ പഠിച്ചാൽ മതി നമ്മൾ അല്ലെ? തീവ്രവാദി വിഭാഗം അവർ വഴക്കുണ്ടാക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും സംഘടന ആരുടെ കയ്യിലായിരിക്കും? മിതവാദികളുടെ കയ്യിലായിരിക്കും. അപ്പൊ ഈ പോയിന്റ് ശരിയാണ്. അപ്പൊ നമ്മളോട് ശരിയോ തെറ്റോ ഒന്നും ചോദിച്ചിട്ടില്ല. 1, 2, 3 4 പോയിന്റ് തന്നിട്ട് 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? 1 തെറ്റാണ്, 3 തെറ്റാണ്, അല്ലെങ്കിൽ 2 ശരിയാണ്, 4 ശരിയാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നാണോ ഓപ്ഷൻ ഉണ്ടാവുക? 1, 3 തെറ്റ്, അല്ലെങ്കിൽ 2, 4 ശരി. നമുക്ക് അവിടെ ഏതാ ഉള്ളത്? ശരിയാ, 2, 4 ശരി. നോക്കി നോക്കാം. ഓപ്ഷൻ എ 2, 4 ശരി. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പ്രസ്താവന ജസ്റ്റ് ഒന്ന് പരിശോധിക്കാൻ പറയും. നമ്മളോട് ശരിയാണോ തെറ്റാണോ എന്ന് പറയില്ല. അപ്പൊ ഉത്തരത്തിലേക്ക് എടുത്തെഴുതാൻ വരുന്ന സമയത്ത് ഒന്നും കൂടി ശ്രദ്ധിക്കണം. കാരണം തെറ്റാണോ ശരിയാണോ ചോദിച്ചിരിക്കണമെന്ന് കൃത്യമായിട്ട് നോക്കിയ ശേഷം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. നമുക്ക് പ്രസ്താവനകൾ പരിശോധിക്കുക. ഇവിടെയും എന്ത് പറയുന്നില്ല? ശരിയോ തെറ്റോ പറയുന്നില്ല. ഇവിടെ
1, 2, 3, 4 പ്രസ്താവനകൾ തന്നെയാണുള്ളത്. ഫസ്റ്റ് എന്താണ് പറയുന്നത്? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത് 1949 ഡിസംബർ 6-നാണ്. എന്താണ് പെട്ടെന്ന് നോക്കുമ്പോൾ 1949 ഡിസംബർ 6 എന്ന് പറഞ്ഞാൽ തെറ്റാണ് അല്ലെ. 1949 അല്ല, പകരം 1946 അപ്പൊ ഈ സംഖ്യ ഒരു പ്രശ്നമാണ്. നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് 1946 എന്ന് ഓർമ്മ വരും, പക്ഷെ അല്ല, 1949 എന്നാണ് എഴുതിയിരിക്കുന്നത്. പരീക്ഷ ഹോളിൽ നമുക്കൊരു ടെൻഷൻ വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക. അപ്പൊ ഡിസംബർ 6-നാണ് രൂപീകരിച്ചത്, അത് ശരിയാണ്. പക്ഷെ 49 അല്ല, പകരം 46. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആദ്യ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു, അതും PSC ആൻസർ പ്രകാരം തെറ്റാണ്. പകരം ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് താൽക്കാലികമായിട്ട് സച്ചിദാനന്ദ സിൻഹയെയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ രാജേന്ദ്ര പ്രസാദ് തെറ്റാണ്. പകരം ആദ്യത്തെ പെർമനന്റ് പ്രസിഡന്റ് എന്നെങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെർമനന്റ് പ്രസിഡന്റ് ആര്, സ്ഥിരം അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അത് രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആദ്യ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ രാജേന്ദ്ര പ്രസാദിന്റെ പേര് പറയാൻ സാധിക്കില്ല, സച്ചിദാനന്ദ സിൻഹയാണ്. താൽക്കാലികമാണെങ്കിലും ആദ്യത്തെ പ്രസിഡന്റ് സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പൊ ഈ ഒരു പോയിന്റും തെറ്റാണ്. ശരി, 1950 ജനുവരി 24-ന് ദേശീയ മുദ്ര അംഗീകരിച്ചു. 1950 ജനുവരി 24-ന് ദേശീയ മുദ്ര അംഗീകരിച്ചു. 1950 ജനുവരി 24-ന് ദേശീയ മുദ്ര അംഗീകരിച്ചെങ്കിൽ ആ ക്വസ്റ്റ്യനും അതും തെറ്റാണ്. 1950 ജനുവരി 26-നാണ് ജനുവരി 26-നാണ് ദേശീയ മുദ്ര അംഗീകരിക്കുന്നത്. ദേശീയ മുദ്ര അംഗീകരിക്കുന്നത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 24-ന് ദേശീയ ഗീതം അംഗീകരിച്ചു. ദേശീയ ഗീതം അംഗീകരിച്ചു, അത് ശരിയാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ആദ്യത്തെ പ്രസിഡന്റ് എന്നുള്ള പോയിന്റ് തെറ്റാണ്. അതുപോലെ തന്നെ ജനുവരി 24 എന്നുള്ളത് തെറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത് 1949 ഡിസംബർ 6-ന് എന്നുള്ളത് തെറ്റാണ്. 4 മാത്രമാണ് ശരി. പക്ഷെ PSC ഒരു പരീക്ഷയിൽ ആൻസർ കൊടുത്തത് ഈ ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ശരി കൊടുത്തിരുന്നു. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യനിൽ രാജേന്ദ്ര പ്രസാദ് ആണ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ശരി കൊടുത്തിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും എടുത്തിട്ടത്. ആദ്യത്തെ പ്രസിഡന്റ് എന്നുള്ളത് രീതിയിൽ പെർമനന്റ് പ്രസിഡന്റിനാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് എന്നുള്ള രീതിയിൽ അതിന് ആൻസർ കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരം വരുന്നത് 2 ശരിയാണ്, 4 ശരിയാണ്. ഓപ്ഷൻ ഡി 2, 4 ശരി എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ അറിയേണ്ടത് എന്താണ്, ഒന്ന് ശ്രദ്ധിച്ചു പഠിക്കണം. പല പുസ്തകങ്ങളിലും ആദ്യത്തെ പ്രസിഡന്റ് എന്നുള്ള പേരിൽ താൽക്കാലിക പ്രസിഡന്റിന്റെ പേര് പറയാറുണ്ട്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൻസറിലേക്ക് പോവാതെ ഒന്ന് ശ്രദ്ധിച്ച ശേഷം നമുക്കത് പറ്റാവുന്ന രീതിയിൽ നമ്മുടെ പഠന രീതി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓർത്തെടുത്തിട്ട് അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് എന്ന് നോക്കിയിട്ട് വേണം ആ ഉത്തരത്തിലേക്ക് എത്താൻ. അപ്പൊ ഇവിടെ നമുക്കിത് ശരിയാക്കി പഠിക്കേണ്ടത് എന്താണ്, 1949 തെറ്റാണ്. പകരം 1946 ഡിസംബർ 6-നാണ് രൂപീകരിക്കുന്നത്. ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, ഇവിടെ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രകാരം അത് ശരിയായിട്ട് കൊടുത്തിട്ടുണ്ട്. 1950 ജനുവരി 24-ന് ദേശീയ മുദ്ര അംഗീകരിച്ചിട്ടില്ല. 24-ന് ദേശീയ ഗാനവും ദേശീയ ഗീതവുമാണ് അംഗീകരിച്ചത്. 50 ജനുവരി 24-ന് ദേശീയ ഗീതം അംഗീകരിച്ചു, അത് ശരിയാണ്. അപ്പൊ 2ഉം 4ഉം ശരിയാണ്. ഇവിടെ 2, 4 ശരിയാണ്. ഓക്കെ, അപ്പൊ അത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവരുത്, നമുക്ക് തെറ്റ് പറ്റരുത് എന്നാണ് പറയുന്നത്. ഇപ്പൊ നോക്കൂ, ഈ പ്രിലിംസുമായി ബന്ധപ്പെട്ട് തന്നെ വളരെ ടഫായിട്ടാണ് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത. അതിന് നമ്മൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയും. അതെല്ലാം നമുക്ക് മേടിച്ചെടുക്കേണ്ട മാർക്കാണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് 1857 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? അല്ലെ, നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം, എല്ലാ പരീക്ഷാ പേപ്പറുകളിലും കാണപ്പെടുന്ന ഒരു ഭാഗം. ആരായിരുന്നു കാൺപൂരിലെ നേതാവ്, ആരായിരുന്നു ഡൽഹിയിലെ യുദ്ധം നയിച്ചത്, ഝാൻസിയിലെ നേതാവ് ആരായിരുന്നു, താന്തിയ തോപ്പി എന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴും വരുന്ന ചോദ്യം. അതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി അല്ലെ 1858 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അല്ലെങ്കിൽ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാകുന്നത് 1858. അപ്പൊ അത് ശരിയാണ്. കലാപത്തിന്റെ ഫലമായിട്ടാണ് അത് നടന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു, ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുത്തു, അതും ശരിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് രാജ്ഞിയുടെ വിളംബരം അല്ലെ, ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്നൊക്കെയാണ് ഈ നിയമം അറിയപ്പെടുന്നത്. രാജ്ഞി നേരിട്ട് എന്ത് ചെയ്തു, അത് ഇന്ത്യ ഭരണം ഏറ്റെടുത്തു നമുക്കറിയാം. അപ്പൊ ആ പോയിന്റും ശരിയാണ്.
സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് എന്ന പദവി സൃഷ്ടിക്കപ്പെട്ടു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പദവിയും കൂടി സൃഷ്ടിക്കപ്പെട്ടു. അതും ശരിയാണ് അല്ലെ. പ്രധാനമായിട്ട് അവിടെ സംഭവിച്ചത് മുഗൾ ഭരണമില്ലാതെയായി, ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഭരണമില്ലാതെയായി, കമ്പനിക്ക് വേണ്ടിയിട്ട് പാസ്സാക്കിയിരുന്ന ചാർട്ടർ നിയമങ്ങളില്ലാതെയായി, അതുപോലെ തന്നെ കമ്പനിയുടെ ഭരണാധികാരിയായിരുന്ന ഗവർണർ ജനറൽ എന്ന പറഞ്ഞ പദവി ഇല്ലാതെയായി. പകരം വന്നതാണ് എന്തൊക്കെ? കമ്പനി രാജ്ഞി അല്ല, മീൻസ് ഇന്ത്യ രാജ്ഞി ഏറ്റെടുക്കുന്നു. വൈസ്രോയി, നയതന്ത്ര ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലുള്ള വൈസ്രോയി എന്ന് പറഞ്ഞ പദവി വരുന്നു. ഇന്ത്യ ഭരിക്കുന്നതിന് വേണ്ടി വൈസ്രോയിക്ക് കീഴിലായി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പദവി വരുന്നു. അപ്പോൾ ഈ 3 പോയിന്റും ശരിയാണ്. 4ാമത്തെ ഒരു പോയിന്റ് നോക്കൂ. സാമുദായിക പ്രാതിനിധ്യവും ഡയാർക്കിയും നിലവിൽ വന്നു. ഇല്ല, സാമുദായിക പ്രാതിനിധ്യമൊന്നും ആ സമയത്ത് നിലവിൽ വന്നിട്ടില്ല. അത് മിന്റോ മോർലി അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഒക്കെ വരുന്ന സമയത്ത്, കമ്മ്യൂണൽ അവാർഡ് അങ്ങനത്തെ കുറച്ച് സമയത്തൊക്കെയാണ് ആ ഒരു ഏരിയ വരുന്നത് തന്നെ. 1857 സമയത്തൊന്നും എന്ത് വന്നിട്ടില്ല? ഡയാർക്കി എന്ന് പറഞ്ഞ കൺസെപ്റ്റും സാമുദായിക പ്രാതിനിധ്യം ഇതൊന്നും വന്നിട്ടില്ല. അപ്പൊ 1, 2, 3 ശരി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ശരി തെറ്റെന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ഉത്തരം 1, 2, 3 ശരി, അല്ലെങ്കിൽ 4 മാത്രം തെറ്റ്. ഇത് ഏതെങ്കിലും ഒന്നാണ് ഓപ്ഷനിൽ സാധ്യത. 1, 2, 3 ശരി, അല്ലെങ്കിൽ 4 തെറ്റ്. 1, 2, 3 മാത്രം അല്ലെ ശരിയായത്. 1, 2, 3 മാത്രമാണ്. അപ്പൊ ചില ചോദ്യങ്ങൾ നമ്മൾ തന്നെ വളരെയധികം എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്തിക്കും. പക്ഷെ ഓപ്ഷനിൽ എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് സംഭവിക്കും? അവിടെ ഒരു തെറ്റ് സംഭവിക്കും. ആ ചെറിയൊരു തെറ്റ് നമുക്ക് വലിയൊരു മാർക്ക് നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെ. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ്? അടുത്ത ചോദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17, 16 നമ്മൾ പറഞ്ഞു. ആർട്ടിക്കിൾ 17 താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് ആർട്ടിക്കിൾ 17 അല്ലെ. എന്താണ് ആർട്ടിക്കിൾ 17? തുല്യ തൊട്ടുകൂടായ്മ ഉണ്ട്, അതുപോലെ തന്നെ തുല്യ അവസരത്തിലുള്ള അവകാശമുണ്ട്, പദവികൾ നിർത്തലാക്കലുണ്ട്, ചൂഷണത്തിനെതിരായ അവകാശമുണ്ട്. ഏതാണ് വരുന്നത്? ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മയാണ് അല്ലെ. അബോളിഷൻ ഓഫ് എന്താ പറയുക, അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലെ, തൊട്ടുകൂടായ്മ നിർത്തലാക്കലാണ്. അതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾ 17 പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് അല്ലെ, ഗാന്ധിജിക്ക് ജയ്, ഗാന്ധിജിക്ക് ജയ് വിളിച്ചുകൊണ്ട് പാസാക്കിയ ഒരു വകുപ്പ് കൂടിയാണ് ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഇവിടെ തുല്യ അവസരം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അത് ആർട്ടിക്കിൾ 16 ആണ്. പദവികൾ നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 18 ആണ്. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം അല്ലെ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 15 ആണ്. ചൂഷണത്തിന്, ഡിസ്ക്രിമിനേഷൻ അല്ലെ, ചൂഷണം, ജാതി, മതം, ലിംഗം, ഭാഷ, ഒരു കാര്യത്തിലും നമ്മളതിനെ എന്ത് ചെയ്യരുത്? വിവേചനം കാണിക്കരുത്. അപ്പൊ ആ ഒരു ഭാഗം എല്ലാ പരീക്ഷയ്ക്കും വരുന്നൊരു ഭാഗമാണ്. എല്ലാ പരീക്ഷയ്ക്കും കൃത്യമായിട്ട് വരുന്നൊരു ഭാഗമാണ് എന്ത്? ഈ പറയുന്ന ആർട്ടിക്കിൾസ്. അതും ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള ആർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഓരോ ഭാഗങ്ങൾ കഴിയുമ്പോഴും, ഇന്ന് ഇപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. 5 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടുന്ന ഭാഗങ്ങൾ തന്നെയാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ അല്ലെ? ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു എന്നാണ് ചോദ്യം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് അങ്ങനെ തന്നെ എടുത്തതാണ്. ശരിക്കും ഈ ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഒരു പദവിയല്ല ആ സമയത്ത് ഇവിടെ നിൽക്കുന്നത്. എന്താണ്? ഇന്ത്യയുടെ വൈസ്രോയി ആണ് ആ സമയത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണാം. അപ്പൊ നിങ്ങൾ ആകെ ഡൗട്ട് അടിച്ചിരിക്കരുത്, ആ സമയത്ത് ഗവർണർ ജനറൽ അല്ലല്ലോ, വൈസ്രോയി അല്ലേ. പക്ഷെ നമുക്ക് എന്താണ്, വൈസ്രോയി ആണെങ്കിലും ഗവർണർ ജനറൽ ആണെങ്കിലും സ്വാഭാവികമായിട്ട് നമുക്ക് അതിന്റെ ഉത്തരം അറിയാം, അല്ലെങ്കിൽ ആ ഒരു ഏരിയ, ആ സമയം എന്താന്ന് നമുക്കറിയാം. അപ്പൊ ചോദ്യത്തിന് അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് ടെൻഷൻ അടിക്കാതെ നേരെ ഉത്തരത്തിലേക്ക് വരിക. നമുക്ക് അറിയുന്ന ഒരു ഭാഗമല്ലേ. റീഡിംഗ് പ്രഭു, ഹാർഡിഞ്ച് പ്രഭു, ചെംസ്ഫോർഡ് പ്രഭു, മൊണ്ടേഗു പ്രഭു അല്ലെ. ഏത് വർഷമാണ് ജാലിയൻ വാലാബാഗ് നടക്കുന്നത്? 1919 അല്ലെ. ആ 1919 സോറി 1919 നടക്കുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം ആ വർഷം പാസ്സാക്കിയ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഉണ്ട്. അതിന്റെ പേര് തന്നെ എന്താണ്? മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നാണ് അല്ലെ. മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരമാണ് 1919 നടക്കുന്നത്. സ്വാഭാവികമായിട്ട് ജാലിയൻ വാലാബാഗ് നടക്കുന്നതും 1919 അപ്പൊ സ്വാഭാവികമായിട്ട് ഉത്തരം എന്തായിരിക്കും? ആരായിരിക്കും അല്ലെ? ചെംസ്ഫോർഡ് പ്രഭുവാണ്. ആരാണ്? ചെംസ്ഫോർഡ് പ്രഭു. അപ്പൊ 919 വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വർഷമാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് 919 എന്ന് പറയുന്നത്. 919 എന്ന് പറയുന്നത് റൗലറ്റ് ആക്ട് പാസ്സാവുന്നു, ഖിലാഫത്ത് മൂവ്മെന്റ് രൂപം കൊള്ളുന്നു, അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് സംഭവിക്കുന്നു, അതുപോലെ തന്നെ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം സംഭവിക്കുന്നു. അപ്പൊ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എഴുതിയെടുക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്.
ഏറ്റവും സിമ്പിളാണ് ഞാനിന്ന് കൊണ്ടുവന്നത്. വരുന്ന ക്ലാസ്സുകളിൽ ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങളും ഡിസ്കഷനുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഓരോ ക്ലാസ് ചെല്ലും തോറും നമുക്ക് ഇതുപോലത്തെ സെഷനിൽ നമ്മൾ ഏറ്റവും ഡീപ്പായിട്ട് ഡിഗ്രി പ്രിലിംസ് ഒക്കെ എന്ന് പറയുമ്പോൾ വളരെയധികം ഡീപ്പായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ഡീപ്പായിട്ട് ഏറ്റവും ലളിതമായ രീതിയിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള സെഷനുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഈ വരാൻ പോകുന്ന പ്രിലിംസുമായി ബന്ധപ്പെട്ട് അഞ്ച് അവസരങ്ങളാണ് നമ്മുടെ മുന്നിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത്. ഒന്ന് SBCID സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെയുള്ള ഈ 5 പരീക്ഷകൾ ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പരീക്ഷകൾ. അതുമായി ബന്ധപ്പെട്ട പ്രിലിംസ് എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി CC ഒരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്, ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ CCയുടെ ഒരു ടെലഗ്രാം ചാനലുണ്ട്, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു സെഷനിൽ നമുക്ക് വീണ്ടും ഇതുപോലെയുള്ള കിടിലൻ ചോദ്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.